നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് ദുരിതത്തിലായ പ്രവാസികൾ ഏതുവിധേനയും നാട്ടിലെത്താൻ കാത്തിരുന്ന സാഹചര്യത്തിൽ നേരിയ ആശ്വാസം നൽകിയ വാർത്തയായിരുന്നു വന്ദേ ഭാരത് മിഷൻ, അതോടൊപ്പം തന്നെ ചാർട്ടേഡ് വിമാനങ്ങളും. എന്നാൽ അവിടെയും ഒഴിയുന്നില്ല. പ്രവാസികളായ മലയാളികൾക്ക് കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ വിമാനത്തിൽ കയറാൻ സാധിക്കുകയുള്ളൂ എന്ന വിധത്തിലായി കാര്യങ്ങൾ. ദുരിതക്കയത്തിൽ നിന്നും ഓടിയകലാൻ നോക്കുന്ന പ്രവാസികൾക്ക് വീണ്ടും ദുരിതം എന്ന പോലെ. എന്നാൽ ഇതാ കോവിഡ് ടെസ്റ്റ് നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചതിന്റെ ആശ്വാസത്തിലാണ് സൗദിയിലെ പ്രവാസികൾ. പ്രായോഗിക പ്രശ്നം സർക്കാരിന് തന്നെ ബോധ്യപ്പെട്ടതോടെ വിമാനങ്ങൾ ഇന്നു മുതൽ പഴയതുപോലെ നാട്ടിലെത്തുന്നതായിരിക്കും. മുഴുവൻ യാത്രക്കാരും കോവിഡ് പ്രതിരോധ കിറ്റ് ധരിച്ചാണ് പുറപ്പെടുന്നത് പോലും. ഈ മാസം 25-നകം കോവിഡ് ടെസ്റ്റ് വിഷയത്തിൽ പരിഹാരമായില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തൽസ്ഥിതി തുടരാൻ അനുവദിക്കുമെന്നാണ് പ്രവാസികളുടെ ഏക പ്രതീക്ഷ. കോവിഡ് ടെസ്റ്റ് നടത്താനുള്ള സർക്കാർ നിർദ്ദേശത്തോടെ ആശങ്കയിലായിരുന്നു സൗദിയിലെ മലയാളികൾ ഏവരും. ഇതോടെ പലരും 30,000 രൂപ വരെ കൊടുത്ത് ടെസ്റ്റും നടത്തി. ചിലർ സ്വകാര്യമായ റാപ്പിഡ് ടെസ്റ്റുകളും സംഘടിപ്പിച്ചു. സൗദി മന്ത്രാലയ അനുമതിയില്ലാത്ത ടെസ്റ്റ് രീതികളടക്കം പ്രവാസികൾ രഹസ്യമായി നീങ്ങിയത് യാത്ര നഷ്ടമാകുമെന്ന ഭീതിയിലുമാക്കി. ഇതിനിടയിലാണ് പ്രായോഗിക പ്രശ്നം ബോധ്യപ്പെട്ട സംസ്ഥാന സർക്കാർ ഉത്തരവ് നടപ്പാക്കുന്നത് നീട്ടിവെച്ചത്. ഇന്നു മുതൽ ഇതോടെ 10-ലേറെ ചാർട്ടേഡ് വിമാനങ്ങളും ഒരു വന്ദേ ഭാരത് വിമാനവും നാട്ടിലെത്തിച്ചേരും. നിലവിൽ കോവിഡ് പകരാതിരിക്കാൻ നഴ്സുമാർ ധരിക്കുന്ന ആവരണവും മാസ്കും ഗ്ലൗസും ഫേസ് ഷീൽഡും ധരിച്ചാണ് ഓരോ യാത്രക്കാരനും ഗൾഫിൽ നിന്ന് പുറപ്പെടുന്നത്. ഇത് തന്നെ കോവിഡ് പടരാതിരിക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യരംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രത്തിന്റെ പിന്തുണയോടെ മാത്രമേ സംസ്ഥാനത്തിന് സൗദിയിലും ടെസ്റ്റ് നടത്താൻ സാധ്യമാകൂ. ഈ മാസം 25-നകം പരിഹാരമായില്ലെങ്കിലും തൽസ്ഥിതി തുടരാനാണ് സാധ്യതയെന്നാണ് ഏക പ്രതീക്ഷ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.